ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ക്ലാസ് ലേൺ ടു ലീഡ്. സോ നമ്മൾ ഇന്ന് മുതൽ ഒരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നൊരു പേപ്പറാണ് ഇനി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ മെട്രിക്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. സോ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെട്രിക്സ് എന്നും അതുപോലെ തന്നെ ഓർഡർ ഓഫ് മെട്രിക്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് മെട്രിക്സ്? മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ്, സിംബൽസ് ഓർ എക്സ്പ്രഷൻസ് ഓർഗനൈസ്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. സോ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പേഴ്സോ സിംബൽസോ എക്സ്പ്രഷൻസൊക്കെ റോ അല്ലെങ്കിൽ കോളം ബേസ് ആക്കിയിട്ട് റോ ആയിട്ടോ കോളം ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ടാവുക? മെട്രിക്സ് എന്ന് പറയുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്നൊരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൽ എം റോസും എൻ കോളംസും, ഇതിനാണ് നമ്മൾ ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്ന് പറയാം. എം ഇൻറ്റു എൻ ഇട്ടല്ലോ, അതിൽ എമ്മിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോസ് ആയിട്ടും എന്നിനെ ഡിനോട്ട് ചെയ്യുന്നത് കോളമായിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു മെട്രിക്സ് അങ്ങനെയാണ് നമ്മൾ മെട്രിക്സിന് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A=A11, A12, A13, A21, A22, A23, A31, A32 ആൻഡ് A33. ഇതിൽ റോസ് വെച്ച് നോക്കുകയാണെങ്കിൽ A11, A12, A13 ഒരു റോയാണ്. A21, A22, A23 ഒരു റോയാണ്. A31, A32 ആൻഡ് A33 റോയാണ്. അങ്ങനെ 3 റോസും അതുപോലെ തന്നെ കോളം വൈസ് നോക്കുകയാണെങ്കിൽ A11, A21, A31, അങ്ങനെ നമുക്ക് 3 റോസും 3 കോളംസ് വരുന്ന മെട്രിക്സ് ആണ് ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സ്. ക്ലിയർ? ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 2, 4, 5, 7 എന്നൊരു മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൽ 2 ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന വാല്യൂ ആണ്. 4 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ വരുന്ന വാല്യൂ ആണ്. 5 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന വാല്യൂ. 7 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ വരുന്ന വാല്യൂ. സോ മെട്രിക്സ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ അറേഞ്ച്മെൻ്റ് ആണ്. റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ റോ ആയിട്ടും കോളായിട്ടും നമ്പേഴ്സിനെയോ സിംബൽസിനെയോ എക്സ്പ്രഷൻസിനെയോ ഒക്കെ അറേഞ്ച് ചെയ്യുന്നതാണ് മെട്രിക്സ് എന്ന് പറയുന്നുണ്ടാവുക. ക്ലിയർ? ഇനി നോക്കാൻ പോകുന്നതാണ് ടെർമിനോളജീസ്. ടെർമിനോളജീസ് പറഞ്ഞാൽ ഒരു മെട്രിക്സ് പഠിക്കുകയാണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ബേസിക് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. 3 ടെർമിനോളജിയാണ് ഒരു മെട്രിക്സിൽ വരുന്നത്. റോ വരുന്നുണ്ട്, കോളം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഡർ. 3 ടെർമിനോളജീസാണ് വരുന്നത് ഒരു മെട്രിക്സിൽ. റോ, കോളം ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കുന്നത് എന്താണ് റോ. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സിനെയാണ് റോ എന്ന് പറയുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5, 6 എന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിൽ 1, 2, 3 എന്നത് ഫസ്റ്റ് റോയാണ്. 4, 5, 6 എന്നത് എന്താണ്? സെക്കൻഡ് റോയാണ്. അതുപോലെ തന്നെ നമുക്ക് കോളം പഠിക്കാനുണ്ട്. കോളം എന്താണെന്ന് വെച്ചാൽ അതിൽ വരുന്ന വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നുണ്ടാവുക. 1, 4 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം ആയിരിക്കും. 2, 5 എന്ന് പറയുന്നത് സെക്കൻഡ് കോളം ആയിരിക്കും. 3, 6 എന്ന് പറയുന്നതായിരിക്കും തേർഡ് കോളമായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ തേർഡ് ടെർമിനോളജിയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ എന്ന് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഇപ്പം നമുക്ക് 2 റോയും 3 കോളമുള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡറിന് നമ്മൾ കാണിക്കുന്നത് 2 into 3 ആണ്. ഫസ്റ്റ് റോൻ്റെ കൗണ്ട് കൊടുക്കുന്നുണ്ടാകും, എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് കൊടുക്കുന്നുണ്ടാകും. സെക്കൻഡ് എന്ത് കൊടുക്കുന്നുണ്ടാകും? നമ്പർ ഓഫ് കോളംസ് കൊടുക്കുന്നുണ്ടാവും. സോ ഇത്രയാണ് നമുക്ക് ഈ സെഷനിൽ നോക്കാനുള്ളത്. എന്താണ് മെട്രിക്സ് എന്ന് നോക്കി. മെട്രിക്സ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സിന് അല്ലെങ്കിൽ സിംബൽസിനൊക്കെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നുണ്ടാവുക. മെട്രിക്സിൽ 3 ടെർമിനോളജീസാണ് നമുക്ക് വരുന്നത്. റോ വരുന്നുണ്ട്, കോളം വരുന്നുണ്ട്, ഓർഡർ വരുന്നുണ്ട്. റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻ്റ് ആണ്. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. ആൻഡ് ഓർഡർ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് റോ ഇൻറ്റു നമ്പർ ഓഫ് കോളം ആയിരിക്കും വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വർക്ക് തരാം. ടോപ്പിക്സിനെ വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ
ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. 1 3 2 4 എന്ന മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ എത്ര ആയിരിക്കും എന്നാണ് നോക്കുന്നത്. ഓർഡർ നമുക്കറിയാൻ പറ്റും, നമ്പർ ഓഫ് റോ ക്രോസ് നമ്പർ ഓഫ് കോളം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 റോസ് ആണ് വരുന്നത്. ഫസ്റ്റ് റോ 1 3, സെക്കൻഡ് റോ 2 4. സോ 2 ഇൻറ്റു എത്ര കോളം വരുന്നുണ്ട്? 2 കോളം 1 2 3 4. സോ 2 ഇൻറ്റു 2 ആയിരിക്കും ഈ മെട്രിക്സിൻ്റെ ഓർഡർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 എന്നാണ് നമ്മുടെ മെട്രിക്സ് വരുന്നത്. ഈ മെട്രിക്സിൽ ആകെ നമുക്ക് ഒരു കോളവും 3 റോസ് ആണ് വരുന്നത്. 1 എന്ന റോ, 2 എന്ന റോ, 3 എന്ന റോയും അതുപോലെ തന്നെ 1 2 3 എന്ന ഒരു കോളം ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3 ക്രോസ് 1 ആയിരിക്കും ഓർഡർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 1 2 3 4 ഈ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ ഒരു റോയും 4 കോളമാണ് വരുന്നത്. സോ അതുകൊണ്ട് ഓർഡർ എന്തായിരിക്കും? 1 ഇൻറ്റു 4 അല്ലെങ്കിൽ 1 ക്രോസ് 4 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മെട്രിക്സ് എന്ന് നോക്കി, എന്താണ് റോ കോളം അതുപോലെ തന്നെ ഓർഡർ നോക്കി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്